വാർത്തകൾ തുടരുന്നു. വലപ്പാട് മായ കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനികൾക്ക് ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. മനഃശാസ്ത്ര വിദഗ്ധൻ ഫാദർ പോൾ പൊട്ടേക്കൽ ക്ലാസിന് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ CA ആവാസ്, VC അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. BCom പാസ്സായി, MCom പാസ്സായി, ഇതെല്ലാം പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾ വിവാചകം പരാജയം വേണ്ട എന്താ കാര്യം പഠിച്ചിട്ടുണ്ട്? മക്കളോട് ഞാൻ പറഞ്ഞു, മാഷ് പറഞ്ഞു, ഞാൻ പഠിച്ചതിൻ്റെ വിളിച്ചതിൽ മാത്രമല്ല നിങ്ങൾ ക്ലാസ് വന്നത്. അനുദിനം എൻ്റെ കൗൺസിലിംഗ് സെൻ്ററിൽ വിവാഹിതരായവർ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇവരിൽ ആരും തന്നെ ഇന്ന് വരെ വിവാഹപ്രശ്നമായിട്ട് വരുന്നവരിൽ ആരും തന്നെ ചെറുക്കന് പെൺകുട്ടിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്ന് പറയുന്ന പേര് വന്നത് കൂട്ടത്തിൽ പറയും. ഈ ഒരു കേസ്, ഒരു ടീച്ചർ ഭർത്താവ്, അവർക്ക് ബികോം പാസ്സായി, ബികോം പറഞ്ഞ കല്യാണം വെച്ചാൽ BCom പാസ്സായിട്ടില്ല. അതും നല്ല പ്രശ്നമാണ്. കൂട്ടത്തിൽ കൂടെ പറഞ്ഞു. ഗൾഫിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാറിലെ ടേക്ക് ഓഫ് ട്രാവൽസിലെ മാനേജരും അത്താണി പൂമല കിള്ളന്നൂർ സ്വദേശിയുമായ കാരാത്ര വീട്ടിൽ ജോയിയാണ് അറസ്റ്റിലായത്. ആലപ്പുഴ വെൺമണി പൂന്തല സ്വദേശി കൊച്ചുംപുര തെക്കേതിൽ നാസറുദ്ദീൻ, അനുജൻ സലീം എന്നിവരുടെ പരാതിയിന്മേലാണ് അറസ്റ്റ്. ഇവരിൽ നിന്ന് പലപ്പോഴായി 1,34,000 രൂപ ഇയാൾ തട്ടിയെടുക്കുകയായിരുന്നു. ടേക്ക് ഓഫ് ട്രാവൽസ് ഉടമ ജെയ്മോനുമൊത്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ജെയ്മോൻ ഒളിവിലാണ്. പ്രതികൾക്കെതിരെ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാനമായ കേസുകൾ നിലവിലുണ്ട്. വലപ്പാട് SI TC രാമനാഥൻ, സീനിയർ CPO K സജി, അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. IEDC രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസിന്റെ DRG പരിശീലനം തളിക്കുളം BRCയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി IEDS അധ്യാപകർക്ക് വേണ്ടിയുള്ള ജില്ലാതല പരിശീലന ക്ലാസാണ് സംഘടിപ്പിച്ചത്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BPO ഇൻചാർജ് സൽമ ടീച്ചർ, വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VB ഷെരീഫ്, ഷിബ പ്രദീപ്, CD മരിയ, ഡോക്ടർ ബേബി എന്നിവർ സംസാരിച്ചു. മിഥുൻ പോൾ, റോഷൻ പീറ്റർ എന്നിവരാണ് പരിശീലന ക്ലാസ് എടുത്തത്. ജോയിന്റ് കൌൺസിൽ നാട്ടിക ബ്രാഞ്ച് വാർഷിക സമ്മേളനം തൃപ്രയാർ സുവർണ കോളേജിൽ നടന്നു. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി KA ശിവൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ നാട്ടിക ബ്രാഞ്ച് പ്രസിഡന്റ് CS സഹദേവൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് MR രമേശൻ, കിസാൻ സഭ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ENR കൃഷ്ണൻ, AKSTU സ്റ്റേറ്റ് കൌൺസിൽ അംഗം ബിജോയ് മാസ്റ്റർ, PB പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ലാ കായികോത്സവത്തിന്റെ ഉദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് നിർവഹിച്ചു. കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുപോലെ തന്നെ നല്ല നല്ല കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സാധിക്കുന്നത് നമുക്കിതുപോലെയുള്ള കായിക മേളകളിൽ നിന്നാണ്. വലപ്പാട് ഉപജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കായിക താരങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു ഉപജില്ലയാണ് നമ്മുടെ വലപ്പാട് ഉപജില്ല. ഈ കായികമേളയും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നിങ്ങളിലുള്ള എല്ലാ കായിക വളർച്ചയും നിങ്ങൾക്ക് പ്രകടമാക്കാനും അതുപോലെ തന്നെ നല്ല ഒരു കായിക മത്സരമായി ഇത് മാറ്റിയെടുക്കാനും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. വലപ്പാട് AO T ജയരാജ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മിനി ഡേവിസ്, PS സിനി, V രുക്മിണി, ANG ജെയ്ക്കോ, പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 94 സ്കൂളുകളിൽ നിന്നായി 2000-ൽ പരം വിദ്യാർത്ഥികളാണ് കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത്. ശക്തിയായ പ്രസിഡന്റ് ശ്രീമതി ബീന അജയ് ഘോഷ് അവർകളാണ്. ശരിയോട് സ്വീകരിക്കുന്നതിനായി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ സാറാണ്. അതേപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വലപ്പാട് ഉപജില്ലയുടെ സീനിയർ സൂപ്രണ്ടായിട്ടുള്ള ശ്രീമതി നിർമ്മല പെരേര, HM ഫോറം കൺവീനർ നന്ദിനി ടീച്ചർ, വികസന സമിതി കൺവീനർ ANG ജോയ്ക്കോ തുടങ്ങിയ മാന്യ വ്യക്തിത്വങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.
നാട്ടിക ഇയ്യാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹത്തിനും സഹസ്ര കലശാഭിഷേകത്തിനും തുടക്കമായി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി.എസ്. വിജയൻ കാരുമാത്രയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സഹസ്ര കലശക്രിയകൾ നടക്കുന്നത്. പുരാണമഹിമ എന്ന വിഷയത്തിൽ സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദർ പ്രഭാഷണം നടത്തി. ചടങ്ങിന്റെ ഭാഗമായി ബുധനാഴ്ച ഗണപതി ഹോമം, ദേവി ഭാഗവത പാരായണം, പരിഹാര ഹോമങ്ങൾ, ആചാര്യവരണം, അത്താഴപൂജ എന്നിവ നടന്നു. കഴിഞ്ഞ കാലങ്ങളിലും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും പുരാണങ്ങൾക്ക് പ്രസക്തിയുണ്ട്, ത്രൈകാലിക പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ത്രൈകാലിക പ്രസക്തി പുരാണത്തിനുണ്ട് എന്ന് പറയുന്നത്. പുരാണം എന്ന വാക്കിന്റെ അർത്ഥം ചരിത്രം എന്ന് തന്നെയാണ്. അനവധി അർത്ഥങ്ങളുണ്ട്, അതിൽ ഒന്ന് ചരിത്രം എന്നുള്ളതാണ്. പക്ഷെ നാം ഇന്ന് ചരിത്രം എന്ന് കേൾക്കുമ്പോൾ അതിന് ഒരു പരിമിതി വെക്കുകയാണ്. ആ സമയത്തിന് കാലം വളരെ അനന്തമാണ്. ഇതിന് ആദി ഉണ്ടോ എന്ന് വരെ സംശയമാണ്. പക്ഷെ നാം ഇന്ന് സാധാരണ പഠിക്കുന്ന ചരിത്രം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള സമീപകാലങ്ങളിലെ ചരിത്രം മാത്രമേ നാം പഠിക്കുന്നുള്ളൂ. അതിനു മുൻപും ചരിത്രമുണ്ട്. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളുണ്ട്. ചരമവാർത്ത. ചന്ദ്രാപ്പിന്നി മാണിയത്ത് പരേതനായ മാണി ഭാര്യ ജാനകി നിര്യാതയായി. 87 വയസ്സായിരുന്നു. പരേതനായ രതീന്ദ്രൻ, നാരായണി, ജയ, രത്ന, ഷൈനി, വിനോദ് എന്നിവർ മക്കളാണ്. ഇനി പ്രധാന വാർത്തകൾ വീണ്ടും. വീട്ടമ്മയെ കബളിപ്പിച്ച് 29 പവൻ സ്വർണ്ണാഭരണങ്ങളും 80,000 രൂപയും തട്ടിയെടുത്ത വ്യാജസിദ്ധനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി പൈനൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗൾഫിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.